വെൽക്കം ടു ആർട്ട് ഓഫ് ബീങ് ഹാപ്പി. ഈ ലോകത്ത് ഇപ്പം നടക്കുന്ന ഈ ടെൻഷൻസിൽ നമ്മൾ എല്ലാവരും ഓവർവെൽം ആവുന്നുണ്ട്. അത് ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി നോർമൽ. നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് ഈ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതോ ഇഗ്നോർ ചെയ്യുന്നതോ അല്ല. വി ഹാവ് ടു ഫൈൻഡ് എ വേ ടു ലിവ് അലോങ് സൈഡ് ദിസ് ഫിയർ ആൻഡ് സാഡ്നെസ് വിത്തൗട്ട് ബീങ് കൺസ്യൂംഡ് ബൈ ഇറ്റ്. നമ്മൾ ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ആദ്യമായി നമ്മൾ സേഫ് ആൻഡ് സ്റ്റേബിൾ ആണെന്ന് ഫീൽ ചെയ്യണം. പിന്നെ നമ്മുടെ ഡെയിലി ഇൻഫർമേഷൻ ഇൻടേക്കിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. ദിവസത്തിൽ 1-2 പ്രാവശ്യം, അതും 1 or 2 റിലയബിൾ സോഴ്സസ് എന്നുള്ള ഇൻഫർമേഷൻ മാത്രം എടുക്കുക. പിന്നെ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് സിമ്പിൾ തിങ്സിൽ ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എപ്പോഴും ഫ്രണ്ട്സിനെയും ഫാമിലിയും വിളിച്ച് സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ഫീലിംഗ് നമുക്കുണ്ടാവും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ലൈഫിൽ ഈ കോൺവെർസേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഐസൊലേഷൻ മേക്സ് യുവർ ഫിയർ ഗ്രോ. ഇനി അടുത്ത് എന്ത് സംഭവിക്കും എന്നൊന്നും ആലോചിക്കാതെ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രം മതി. അടുത്ത് എന്താണ് വരുന്നത് നമുക്ക് ആലോചിച്ച് നമുക്ക് അറിയാൻ പറ്റില്ല അടുത്ത് എന്താണ് വരുന്നത്. അതുകൊണ്ട് ജസ്റ്റ് കോൺസെൻട്രേറ്റ് ഓൺ ദ പ്രസന്റ് ടൈം. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ എപ്പോഴും ഈ സമയത്ത് നമ്മൾ സംസാരിച്ചിട്ട് ഞങ്ങൾ എപ്പോഴും ഷെയർ ചെയ്യുന്നത് ഈ ലോകത്തുള്ള നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലവേഴ്സിനെ പറ്റി. എപ്പോഴും ഷീ സെൻസ് മീ ഫ്ലവേഴ്സ്, ഈ നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ അത് കാണുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു വേൾഡ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞൊരു സമാധാനം കിട്ടും. അപ്പം നമ്മുടെ ശ്രദ്ധ മാറ്റുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടി ഒരു റിലാക്സേഷൻ വരും. ബി ജെന്റിൽ ടു യുവർ സെൽഫ്. ദിസ് ഇസ് നോട്ട് ആൻ ആക്ട് ഓഫ് ബീയിങ് എ ഹീറോ, ഇറ്റ്സ് ബീയിങ് ഹ്യൂമൻ. ഓൺ ദിസ് നോട്ട് ഞാൻ ഇനി ഇന്നത്തെ ഡിഷിലേക്ക് കിടക്കാം. ഇന്ന് ഞാനൊരു പൊട്ടറ്റോ ഫ്രൈയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 3 മീഡിയം സൈസ് പൊട്ടറ്റോ എടുത്ത് തൊലിയെല്ലാം കളഞ്ഞ് കഴുകിയിട്ട് ചെറിയ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കണം. വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചെടുക്കുന്നു. എണ്ണ ചൂടായി വന്നപ്പോൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്ന പൊട്ടറ്റോ എടുത്ത് അതിലെ വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്തിട്ട് ആ പൊട്ടറ്റോ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. പൊട്ടറ്റോ ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇതിനെ നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. പൊട്ടറ്റോ എല്ലാം വെന്ത് ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത്. ഉപ്പും മുളക് പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പൊട്ടറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഈ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 4 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഒന്നുകൂടെ പ്രൂവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഡെലിഷ്യസ് ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ ലോങ് ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് സ്റ്റെപ്സിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. ഇത് ഒരു ക്വിക്ക് സൈഡ് ഡിഷ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കംഫർട്ട് സ്നാക്കായിട്ടോ നമുക്ക് ഉപയോഗിക്കാം. ഡു ട്രൈ ഇറ്റ് ഔട്ട്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. വിൽ ബി ബാക്ക് സൂൺ. ബൈ ബൈ.